അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി വീക്ഷിക്കുന്ന ഇതര ആദർശ വിശ്വാസികൾക്ക് മുസ്ലിം ജമാഅത്തിൻ്റെയും കേരളയാത്ര സ്നേഹയാത്രാ സംഘത്തിൻ്റെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്വാമിജി അടക്കമുള്ള വിശിഷ്ട അതിഥികളെ, സ്നേഹജനങ്ങളെ, സഹോദരങ്ങളെ, മനുഷ്യർക്കൊപ്പം മനിതറുകളുടൻ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ജനുവരി 1 ആരംഭിച്ച് 5 ദിവസം പിന്നിട്ട് കേരളത്തിലെ 5 ജില്ലകൾ കവർ ചെയ്ത് ഇന്ന് നീലഗിരിയിലെത്തിയിരിക്കുന്ന ഈ സ്നേഹയാത്രയിൽ അതിൻ്റെ സ്വീകരണ സമ്മേളനത്തിൽ യാത്രാ നായകരായ ബദറുസാദാത്തടക്കം ഫാറൂഖ് നഈമി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ പ്രസംഗിക്കാനുണ്ട്. വിശദമായ ഒരു പ്രമേയ വിശകലനത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പലവരും ആവർത്തിച്ച പോലെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഖ്യമായ പ്രമേയമാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. മനുഷ്യരുൾപ്പെടെ ജീവനുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളും അചേതന വസ്തുക്കളും ഈ ലോകത്തുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഖ്യ പ്രമേയമായി കേന്ദ്രബിന്ദുവായി മാറുന്നു എന്ന് വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് അവനെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയുള്ളവനാണ് മനുഷ്യൻ. അത് വെറുതെയല്ല. ആ ഉത്കൃഷ്ടത അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വിനിയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യനാദ്യമായി ഒരു മനുഷ്യനായിത്തീരണം. നമ്മളെല്ലാവരും ആദ്യമായി മനുഷ്യനായിത്തീരുക എന്നതാണ്. ഇസ്ലാമികമായ നിലപാടനുസരിച്ചുകൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. ഈ അണ്ടകടാഹങ്ങളെ പടച്ചു പരിപാലിക്കുന്ന സർവജ്ഞനായ അള്ളാഹു അവൻ്റെ പ്രതിനിധിയായി അവൻ്റെ ആജ്ഞകൾ ശിരസാവഹിച്ചുകൊണ്ട് അവൻ്റെ ഭൂമിയിൽ ആ വ്യവസ്ഥിതി നടപ്പാക്കാൻ, നിർവഹിക്കാൻ വേണ്ടി വിന്യസിക്കപ്പെട്ടവരാണ് മനുഷ്യരായ നാം. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഉത്കൃഷ്ട ജീവിയായ മനുഷ്യർക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങളെല്ലാം അത് അനുഗുണമായ രീതിയിൽ ഈ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും അനുഗുണമായ രീതിയിൽ അത് വിനിയോഗം ചെയ്യുക, ചെലവഴിക്കുക എന്നത് മനുഷ്യരുടെ ബാധ്യതയാണ്. വിശേഷ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് വിവേചനമായ കഴിവ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടവരാണ് മനുഷ്യൻ. ഇതര ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല, അവർക്ക് ജീവിതത്തിൽ നിയമങ്ങളൊന്നുമില്ല. എങ്ങനെയും അവർക്ക് ജീവിക്കാം. അവർക്ക് നല്ലതെന്നോ ചീത്തയെന്നോ അരുതാത്തതെന്നോ തിരിച്ചറിയാനുള്ള കഴിവില്ല. പക്ഷേ മനുഷ്യന് 4 അല്ല അതിലേറെ അതിർവരമ്പുകളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, ആ നിയന്ത്രണങ്ങളും ചിട്ടവട്ടങ്ങളും സൃഷ്ടാവായ അല്ലാഹു നേരത്തെ സംവിധാനിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥിതി പാലിച്ചുകൊണ്ട്, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം സംവിധാനിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതെന്തിനു വേണ്ടിയാണ്? എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന്, എല്ലാം നമുക്ക് വിധേയമാക്കി, മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങളാക്കി സംവിധാനിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ആജ്ഞകൾ ശിരസാവഹിച്ചുകൊണ്ട്, പാലിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒന്നാമതായി അവനുണ്ടാകേണ്ട കഴിവ്, ഗുണമെന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. മൃഗങ്ങളിൽ നിന്ന്, മറ്റചേതന വസ്തുക്കളിൽ നിന്ന് മാറി
വ്യക്തിത്വം മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യനായി ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അവൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആ കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കുമ്പോഴേ ഒരാൾ യഥാർത്ഥ മനുഷ്യനായി മാറുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വം പാലിക്കുന്ന ഒരു മനുഷ്യരായി ജീവിക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദുക്കളായ നാം. എന്ന് മാത്രമല്ല, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന്. ഈ നീലഗിരിയിൽ നമുക്കറിയാം, നമ്മെപ്പോലെ സ്വൈരമായി ജീവിക്കുന്ന ധാരാളം മൃഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ട്. ഒരുപക്ഷെ ആനയുടെ ഭീതി പഴയ കാലത്തെ പോലെ അതിനേക്കാൾ വർദ്ധിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആന എന്ന് പറയുന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയെ കൊണ്ടു നടക്കുന്നവൻ, മെരുക്കിക്കൊണ്ട് നടക്കുന്നവർ ആരാണെന്ന് അന്വേഷിച്ചാൽ ആ ആനയുടെ കാലിനോളം വലുപ്പമില്ലാത്ത മനുഷ്യനാണ്. വളരെ ചെറിയൊരു മനുഷ്യൻ, ഒരൊറ്റ തൊഴി കൊണ്ട് ഒന്നുമല്ലാതാക്കാൻ കഴിയുന്ന ഒരു ചെറിയ ജീവിയാണ് ആനയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത്. ആ വലിയ ആനയെപ്പോലും കീഴ്പ്പെടുത്തി അനുസരിപ്പിച്ച് കൊണ്ടു നടക്കാൻ കഴിയുന്നത് അള്ളാഹു നൽകിയ പവർ കൊണ്ട് മാത്രമാണ്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയല്ല. അപ്പം ആനയെപ്പോലും കീഴ്പ്പെടുത്തിക്കൊടുത്ത് ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളെല്ലാം നൽകി എന്തിന് നമ്മെ വിന്യസിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ആലോചിക്കേണ്ടത്, നാം ഈ ഇതര ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മനുഷ്യേതര ജീവജാലങ്ങൾക്ക്, ഈ പ്രകൃതിക്ക് നമ്മുടെ വിഭവങ്ങളെല്ലാം വിനിയോഗിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സമയം അതെനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എൻ്റെ ആരോഗ്യം എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല, എൻ്റെ വിഭവങ്ങളൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ മാത്രമുള്ളതല്ല, അതെൻ്റെ സഹജീവിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. മാത്രമല്ല, നാം പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എത്ര കോടീശ്വരനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും ഒരാൾക്ക് സ്വന്തമായി ജീവിക്കുക സാധ്യമല്ല. തേയിലുകളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഒരു ഗ്ലാസ് ചായ നമ്മുടെ വയറ്റിലെത്തുമ്പോഴേക്ക് നാം എത്ര ആളുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളെല്ലാം ഒരു കാലത്ത് ഊഷരഭൂമിയായിരുന്നു. ആ ഭൂമി ഉഴുതുമറിച്ചവർ ആരാണെന്ന് നമുക്കറിയില്ല. അവരുടെ ജാതിയോ മതമോ നമ്മൾ നോക്കേണ്ടതില്ല. അവിടെ ഒരുപാട് മനുഷ്യർ അധ്വാനിച്ചിട്ടുണ്ട്. ആ ഊഷരഭൂമിയെ ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റിയ ഒരു പറ്റം ആളുകളുണ്ട്. അവിടെ കൃഷി ചെയ്തവരുണ്ട്, അതിന് വെള്ളവും വളവും നൽകിയവരുണ്ട്, ആ ചെടിക്ക് കവാത്ത് നടത്തിയവരുണ്ട്, പാകമായി വന്നപ്പോൾ ഇല നുള്ളിയവരുണ്ട്, അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സംസ്കരിച്ച ആളുകളുണ്ട്, അത് പൊടിച്ച് വിവിധ ഐറ്റങ്ങളാക്കി തിരിക്കാൻ ഫാക്ടറിയിൽ സേവനം ചെയ്ത ആളുകളുണ്ട്, അത് ഐറ്റം തിരിച്ചു പാക്ക് ചെയ്ത ആളുകളുണ്ട്, പാക്ക് ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയവർ മറ്റാരൊക്കെയോ ആണ്. അങ്ങനെ പാക്ക് ചെയ്ത ചായപ്പൊടി നമ്മുടെ കടകളിലെത്തിയപ്പോൾ ആ ചായപ്പൊടി വിതരണം ചെയ്യുന്ന ശൃംഖലയിൽ ആ ഹോൾസെയിൽ കടയിലും ചെറിയ തട്ടുകടയിലുമൊക്കെ ആ കൈകാര്യം ചെയ്ത കുറേ ആളുകളുണ്ട്. അങ്ങനെ ചായ പാകം ചെയ്യുമ്പോൾ അതിനുള്ള പാത്രം തയ്യാറാക്കിയവരുണ്ട്, അതിന് പാല് വേണമെങ്കിൽ പാല് അത് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്, അതിനുവേണ്ടി പാത്രമുണ്ട്, ഇന്ധനമുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ പാകപ്പെട്ട് നമ്മുടെ മുന്നിലെത്തുമ്പോഴേക്ക് ഈ ഊഷര ഭൂമിയെ ഉഴുതുമറിച്ച് പാകപ്പെടുത്തിയവരടക്കം ഒരു 200-250 ആളുകൾ നമ്മുടെ മുന്നിൽ നാം ആശ്രയിക്കേണ്ടവരായി കഴിയുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ചായ മുന്നിലെത്തുമ്പോൾ പൊടി കുറവാണ്, കൂടുതലാണ്, മധുരം കൂടുതലുണ്ട്, കുറവുണ്ടെന്ന കമൻറ്റ് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഏത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, വസ്ത്രത്തിനും പാർപ്പിടത്തിനും എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം ആശ്രയിച്ചു കഴിയണം. ഈ ടൗണിൽ മത്സ്യക്കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട കച്ചവടക്കാരുണ്ടാകും. അവരെന്താണ് ചെയ്യുന്നത്? അവർ മത്സ്യ മാർക്കറ്റുകളിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യം വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 50-100 ക്യാഷ് കൊടുത്താണ് നാം മത്സ്യം വാങ്ങുന്നതെങ്കിൽ നമ്മുടെ 50 രൂപ കൊണ്ടാണ്, 100 രൂപ കൊണ്ടാണ് പാവപ്പെട്ട മത്സ്യക്കച്ചവടക്കാരൻ, മറ്റു കച്ചവടക്കാർ ജീവിക്കുന്നത്. അവർ കൊണ്ടുവന്ന് നൽകുന്ന വിഭവം, മത്സ്യം, മാംസം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാരും ഉപഭോക്താക്കളും പരസ്പരം ആശ്രിതരാണ്.
ഇങ്ങനെ എല്ലാവരും ആശ്രയിക്കുന്നു. എത്ര വലിയ സമ്പന്നനാണെങ്കിൽ പോലും ജീവിതത്തിൽ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ആശ്രിതത്വം സൂചിപ്പിക്കുന്നത് എന്താണ്? നാം ആലോചിക്കണം. അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ഔന്നിത്യം ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവരെ ചേർത്തുപിടിക്കണം. ഒന്നാമതായി മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റുള്ളവരെ ചേർത്തുപിടിക്കുക. മറ്റുള്ളവരെ ചേർത്തുപിടിക്കുന്നവനാണ് മനുഷ്യൻ. മറ്റുള്ളവർക്ക് വേണ്ടി വിഭവങ്ങൾ വിനിയോഗിക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും നിന്ദിക്കാൻ പാടില്ല, ആരെയും നിസ്സാരരായി കാണാൻ പാടില്ല. ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ സന്തുലിതാവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, എല്ലാം ഒരുപോലെയല്ല. എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ഒരുപോലെയല്ല, പൂക്കൾ ഒരുപോലെയല്ല, കായകനികൾ ഒരുപോലെയല്ല. ഈ ഇരിക്കുന്ന മനുഷ്യരായ നമ്മളൊക്കെ പൊതുവായ ഒരു ആകാരത്തിലാണെങ്കിൽ പോലും നമ്മളാരും ഒരുപോലെയല്ല. കഴിവിൽ വ്യത്യാസമുണ്ട്, അറിവിൽ വ്യത്യാസമുണ്ട്, എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്തരാണ് നാം. അത് ഈ ഭൗതിക ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥക്ക് ആവശ്യമായ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കാണേണ്ടതുണ്ട്. സമ്പന്നരുണ്ടാകും, സാധുക്കളുണ്ടാകും, പരമദരിദ്രരുണ്ടായിരിക്കും, കഴിവുള്ളവരും കഴിവില്ലാത്തവരുണ്ടാകും, അറിവിലേറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷേ നമുക്ക് ലഭിച്ച ഇത്തരം വലിയ വിഭവങ്ങളെയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നാം താഴെയുള്ളവരെ കാണാതെ പോകാൻ പാടില്ല. ഈ മഹാപ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം കൊണ്ട് ചെയ്ത സേവനങ്ങളെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി. ധാരാളം രോഗികളെ ചേർത്തുപിടിച്ച് അവർക്ക് മരുന്നുകൾ നൽകി, അവശരായ ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. എന്താണ് കാരണം? നമ്മുടെ ബാധ്യതയാണ്. അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല. രോഗിയായ ഒരാൾ മരുന്നില്ലാതെ അവർ കഷ്ടപ്പെടാൻ പാടില്ല. അവശത അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് ശേഷിയുള്ളപ്പോൾ നമ്മുടെ പരിധിയിൽ അവർ കഷ്ടപ്പെടാൻ പാടില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടത്, അവിടെ മതം നോക്കേണ്ട കാര്യമില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ നമ്മിൽപ്പെട്ടവനിൽ നിന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മതം നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടെ ജാതി നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് മതം എന്ന് പറയുന്നത്? ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. ആ മതത്തിൻ്റെ ആശയങ്ങളും മൂല്യങ്ങളും സമ്പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ മുസ്ലിമേതര സഹോദരങ്ങളെ മനുഷ്യൻ എന്ന രീതിയിൽ സഹോദരനായി കാണാൻ, അയൽവാസിയായി കാണാൻ, മുതിർന്നവരായി കാണാൻ, ബന്ധുക്കളെ ബന്ധുക്കളായി കാണാൻ, കുടുംബങ്ങളായി കാണാൻ, മാതാപിതാക്കളെ അതുപോലെ പരിഗണിക്കാൻ, ഗുരുനാഥന്മാരെ അങ്ങേയറ്റം ആദരിക്കാനും ബഹുമാനിക്കാനും, അങ്ങനെ ഈ സമൂഹത്തിലുള്ള എല്ലാ തരം ആളുകളെയും കാണേണ്ട പോലെ കാണണം. പക്ഷേ ഒരു മുസ്ലിം ഒന്നാമതായി മുസ്ലിമായി ജീവിക്കണം. ഒരു ഹൈന്ദവർ അവർ ഹൈന്ദവരായി ജീവിച്ചു കൊള്ളട്ടെ, ഒരു ക്രൈസ്തവൻ അവർ ക്രൈസ്തവരായി ജീവിച്ചു കൊള്ളട്ടെ. പക്ഷേ അപ്പോഴൊക്കെയും നാം മനുഷ്യരാണെന്ന ബോധത്തോടുകൂടി ഏകോദര സഹോദരന്മാരായി നാം ജീവിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങളെ തീർച്ചയായും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഗോത്രങ്ങളാക്കി കുടുംബങ്ങളാക്കി തിരിച്ചിരിക്കുന്നത് പരസ്പരം അഭിമാനിക്കാനുള്ളതല്ല, ദുരഭിമാനത്തിന് വേണ്ടിയല്ല, മേനി നടിക്കാൻ വേണ്ടിയല്ല, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കിടയിൽ ഏറ്റവും ആദരവും ബഹുമാനമുള്ളവർ അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ഭയപ്പെട്ട് മനുഷ്യത്വം കാത്തുസൂക്ഷിച്ച് മറ്റുള്ളവർ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. തഖ്വയുള്ളവർ, ഭയഭക്തിയുള്ളവർ, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാതിരിക്കാൻ കഴിയില്ല, പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരസ്പര സഹകരണത്തോടെ സ്നേഹത്തോടെ കഴിയണം. ഈ തമിഴ്നാട്ടിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഈ നാടിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് പഴയകാലം തൊട്ടേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, മനുഷ്യരെ ഒന്നായി കാണുന്ന, ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒന്നും വൈജാത്യങ്ങളില്ലാതെ എല്ലാവരെയും പരിഗണിക്കുന്നൊരു നല്ല മണ്ണാണ് ഈ തമിഴ്നാടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള നാട്ടിൽ നാം ആലോചിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് മാനുഷിക മൂല്യങ്ങളെ നിരാകരിക്കാൻ, മാനുഷിക മൂല്യങ്ങളെ തകർക്കാൻ നമുക്കിടയിൽ നാം ഒരുപാട് കാലമായി നട്ടുവളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്ന
സൗഹൃദവും സ്നേഹവും സഹിഷ്ണുതയും ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നാം ഒരു കാര്യം ആലോചിക്കണം. വർഗീയതയോ തീവ്രവാദമോ മനുഷ്യനെ അകറ്റുന്ന യാതൊന്നും തൊട്ടു തീണ്ടാൻ അനുവദിക്കാത്ത നാടാണിതെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ഇവിടെയുള്ള ഹൈന്ദവരും ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായി ഈ നാടിനു വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം നമുക്കറിയാം. ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ. വർഗീയത വാദിക്കുന്നവനും വർഗീയതയുടെ പേരിൽ മരിക്കുന്നവനും വർഗീയതയുടെ പേരിൽ കൊല ചെയ്യുന്നവനും ലൈസ മിന്നാ നമ്മിൽപ്പെട്ടവനല്ലെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീവ്രവാദം അന്യമാണ്. തീവ്രവാദമോ വർഗീയതയോ നമുക്കിടയിൽ ഈ വൈജാത്യങ്ങൾ വേർതിരിവ് സൃഷ്ടിക്കുന്ന നമ്മുടെ മനസ്സുകളിൽ അകലങ്ങൾ സൃഷ്ടിക്കുന്ന വേർതിരിവ് സൃഷ്ടിക്കുന്ന ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് എല്ലാ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നത്. മതങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നവരാണ് നമുക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയും നാം മനസ്സിലാക്കേണ്ടത് നാം മനുഷ്യരായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാരാണെന്നറിയുമോ? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്, സേവനം ചെയ്യുന്നവരാണ്. ഈ പ്രസ്ഥാനത്തിന്റെ സംരംഭങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സാന്ത്വനം എന്ന് പറയുന്നത്. അവശരായ ആളുകളെ ചേർത്തുപിടിക്കുന്ന, പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് അന്നം നൽകുന്ന, അവർക്ക് മാനം നൽകുന്ന. ഇവിടെ തന്നെ ഏറ്റവും നല്ല ഒറ്റുവയൽ യൂണിറ്റിന്റെ ഉദാഹരണം പറഞ്ഞു. ആ യൂണിറ്റിലെ പാവപ്പെട്ട ഒരു സഹോദരന് വേണ്ടി ആ യൂണിറ്റിലെ ഒരു പ്രവർത്തകനാണ് അവിടെ സ്ഥലം സംഭാവനയായി നൽകുന്നത്. അവിടെ ഉയർന്നു വരാൻ പോകുന്നത് ഒരു ദാരുൽ ഖൈറാണ്, ഒരു നന്മ വീടാണ് ഉയർന്നു വരാൻ പോകുന്നത്. അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് ഭവനങ്ങൾ നൽകി, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകി, മരുന്ന് ലഭിക്കേണ്ടവർക്ക് മരുന്ന് നൽകി. അങ്ങനെ ധാരാളം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കേണ്ടത് അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്, അതൊരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. അവിടെ വൈജാത്യങ്ങൾക്കൊന്നും സ്ഥാനമില്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തനിക്കിഷ്ടപ്പെടുന്നത് എന്തോ അതപരനും ഇഷ്ടപ്പെടുമ്പോഴേ നീ മുസ്ലിം ആവുകയുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിം ആകണമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശപിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മനുഷ്യർക്കൊപ്പം എന്ന മഹനീയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അമരക്കാരനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, മഹാനായ ബദറുസ്താദത്തിൻ്റെയും പേരോളുസ്താദിൻ്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് തുടങ്ങിയ തിരുവനന്തപുരം വരെയുള്ള ഈ നീണ്ട ഉപദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രയാണം, അനുബന്ധമായി ഇന്ന് പന്തലൂരിൽ നടന്ന നല്ല സ്നേഹവിരുന്ന്, എല്ലാവരും ചേർന്നു ചേരമ്പാടിയിൽ വെച്ച് ഈ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ചേരമ്പാടിയിലെ പള്ളിയിലെ അച്ഛനും അവിടെയുള്ള ക്ഷേത്രത്തിലെ സ്വാമിയും അവിടെയുള്ള വ്യാപാരി വ്യവസായി നേതാക്കളും അവിടെയുള്ള പട്ടാളി മക്കൾ നേതാക്കളും അങ്ങനെ തുടങ്ങി ഈ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളാണ് ഈ ജാഥയെ, ഈ സ്നേഹയാത്രയെ ഈ മണ്ണിലേക്ക് വരവേറ്റിട്ടുള്ളത്. ആ പൈതൃകം, ആ പാരമ്പര്യം, ആ നന്മ, ആ നല്ല കാഴ്ചകൾ ഈ നാട്ടിൽ എന്നെന്നും നിലനിൽക്കണമെന്ന്, ആ സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് മാത്രമാണ് മുസ്ലിം ജമാഅത്ത് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ തലമുറക്ക് ആ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം നിലനിൽക്കും, പൈതൃകം നിലനിൽക്കും. ഈ നാട്ടിലും നാട്ടുകാരിലും അള്ളാഹു സർവൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.